ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആഫിയാസ് വ്ലോഗ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മറ്റൊരു വ്യത്യസ്തമായൊരു വീഡിയോയുമായിട്ടാണ്. വേറൊന്നുമല്ല, നമുക്ക് ഒരു നാടൻ ചമ്മന്തിപ്പൊടി തയ്യാറാക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഒരു തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 10-20 വറ്റൽമുളക്, മല്ലി അതൊരു 2.5 ടേബിൾ സ്പൂണോളം മതിയാവും, ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ വേണ്ടുന്നത് നല്ല ഫ്രഷ് കറിവേപ്പില വേണം. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറിവേപ്പിലയാണ്. വാളൻപുളി, പിഴുപുളി എന്നൊക്കെ പറയും. അതൊരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ, 2 അല്ലി വെളുത്തുള്ളി, ഒരു പിഞ്ച് ജീരകം, പിന്നെ വേണ്ടുന്നത് 2-3 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് ഉപ്പാണ്. അത് നമുക്ക് കല്ലുപ്പാണ് എടുക്കുന്നത്. ലാസ്റ്റ് എല്ലാം വറുത്തെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മൺചട്ടി ഞാനിവിടെ കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അടുപ്പിൽ. നന്നായിട്ടൊന്ന് ചൂടായി എൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടുള്ളൊരു പൗഡറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, ചമ്മന്തിപ്പൊടി. വെള്ളമൊന്നും ഒരു അംശം പോലും പാടില്ല. നന്നായിട്ട് മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ ട്രഡീഷണൽ ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് ഒട്ടും കുറയാതെ കിട്ടും. ഓക്കെ, നമുക്ക് പണ്ടൊക്കെ എല്ലാവരും വിദേശത്തൊക്കെ പോകുമ്പോൾ സ്ഥിരമായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു ഡിഷും കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു നൊസ്റ്റാൾജിക് ഫീലും ഉണ്ട്. ഇതൊക്കെ ഒരുപാട് പേർക്ക് ഇപ്പോൾ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിഷും കൂടിയാണ്. നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചട്ടി ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നമുക്ക് മുളകും മല്ലിയും ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഞാൻ വറ്റൽ മുളക് ഇട്ട് കൊടുക്കുകയാണ്. കൂട്ടത്തിൽ മല്ലി ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. തീ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതൊക്കെ നന്നായിട്ട് വറുത്തെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മണം നന്നായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ വറുത്ത് ചമ്മന്തി പൊടിക്കുമ്പോൾ ടേസ്റ്റ് പറയണ്ടല്ലോ. നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മതി ഒരു ഫ്ലേവറിന്. വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിയും മുളകും ഒക്കെ മൂക്കുന്നതിൻ്റെ നല്ലൊരു മണം അടിക്കുന്നുണ്ട്. ഇപ്പോൾ പതിയെ ഇതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞതും ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കും. ഒരു പിഞ്ച് ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂട് നിൽക്കും. അതുകൊണ്ട് കരിഞ്ഞു പോവാതെ ഒന്ന് ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മളൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, ചുവന്നുള്ളിയൊക്കെ ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ഇന്ന് ചളിച്ചു പോകും. അതുകൊണ്ട് ഒരു 2-3 ചെറിയ ഉള്ളി ചേർത്തിട്ടുള്ളൂ ഞാനിവിടെ, ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം. നമ്മൾ ഒത്തിരി ദിവസം വെച്ചിരിക്കാനൊക്കെ ആണെങ്കിൽ ചുവന്നുള്ളി സ്കിപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ചിരകി എടുത്ത് വെച്ചിരിക്കുന്ന ഒരു തേങ്ങ ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ തിരികെ വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ കൂട്ടുകളെല്ലാം കൂടെ ചേർത്ത് വറുത്ത് പൊടിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത് സമ്മന്തി എന്ന് പറയുന്നത്. സമ്മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടി ചേർന്നതെന്നല്ലേ അർത്ഥം. അപ്പോൾ തമിഴിൽ സമ്മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിച്ചേരുക എന്നാണ് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചമ്മന്തി എല്ലാം കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചെടുക്കുന്ന ആ ഒരു വേർഡിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും രസകരമായൊരു ഫാക്ടർ തന്നെയല്ലേ. നമുക്ക് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവവും ചമ്മന്തി തന്നെയാണ്. അതിപ്പോൾ പല തരങ്ങളിലുള്ള ചമ്മന്തിപ്പൊടിയുണ്ട്. അതായത് ദോശ ചമ്മന്തിയുണ്ട്,
ചോറിന് അരച്ചുകൊണ്ട് പോകുന്ന ഡെയിലി സ്കൂളുകളിൽ കൊണ്ടുപോകുന്ന തേങ്ങാ ചട്നിയുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ചട്നികൾ നമുക്ക് കേരളത്തിൽ ഇന്ന് അവൈലബിൾ ആണ്. എന്നാലും ഈ ചമ്മന്തിപ്പൊടി എന്ന് പറയുമ്പോൾ അതൊരു നൊസ്റ്റാൾജിക് തന്നെയാണ്. അത് എത്ര വർഷമായിട്ടും പണ്ട് കാലങ്ങളിലൊക്കെ ഗൾഫിൽ ഒക്കെ പോകുമ്പോൾ എല്ലാവർക്കും കൊണ്ടുപോകാൻ വേണ്ടി മെയിനായിട്ട് വീട്ടിൽ തയ്യാറാക്കിക്കൊണ്ടിരുന്ന ഒരു വിഭവം തന്നെയാണ് ഈ ചമ്മന്തിപ്പൊടി. നമ്മുടെ തേങ്ങ നമ്മളിവിടെ മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്കിതിങ്ങനെ വറുത്തെടുക്കണം. അപ്പോൾ അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് ഇളക്കി എടുത്തുകൊണ്ടേയിരിക്കണം. തേങ്ങ മൂക്കുന്നതിൻ്റെ ഒരു നല്ല ഫ്ലേവറൊക്കെ വരും. അതിനൊരു പ്രത്യേക മണമാണ്. ഇനി ഇതൊന്ന് മൂത്ത് ഏകദേശം ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിതിനകത്ത് പറയാൻ വിട്ടുപോയൊരു സംഭവമുണ്ട്. കുരുമുളക് ഒരു 10-12 എണ്ണം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനത് എടുത്ത് വെച്ചിട്ടും പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമുക്ക് ഏകദേശം മൂത്ത് വരുമ്പോഴാണ് കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് നമുക്ക് പുളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം പകുതിയോളം അത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അത് കരിഞ്ഞു പോകാതെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇത് തേങ്ങ മൂത്ത് ഇത്രയും വരെ എത്തിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ മൂപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ പഴയ കാലത്തെ ഓർമ്മകൾ വന്നു. ശരിക്കും പണ്ട് ഇതൊക്കെ ഉണ്ടാക്കിയിരുന്നത് മുത്തശ്ശിമാരാണ്. നമ്മുടെ വീട്ടിലെ മുത്തശ്ശിമാരാണ് ഇതൊക്കെ ചെയ്തിരുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ ദാദിമ്മ എന്നാണ് പറയുന്നത്. ദാദിമ്മ ചെയ്ത് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് വല്യമ്മയുണ്ട്. ഒരു വല്യമ്മ അച്ചാറും ചമ്മന്തിപ്പൊടിയൊക്കെ പുള്ളിക്കാരി ഭയങ്കര സ്പെഷ്യലിസ്റ്റാണ്. ഞങ്ങൾ പെരിയമ്മ എന്നാണ് വിളിക്കുക. പുള്ളിക്കാരിയാണ് എല്ലാം ചെയ്യാറ്. പിന്നെ എൻ്റെ അമ്മയും ചെയ്യും. അങ്ങനെ കണ്ടും രുചിച്ചും ഒക്കെ പരിചയമുള്ള ഒരു ഡിഷാണ്. അപ്പോൾ ഒത്തിരി നാളുകൊണ്ട് മനസ്സിൽ വിചാരിക്കുന്നു ഇത് നമ്മുടെ ചാനലിലൊന്ന് ഇടണമെന്ന്. സമയം കിട്ടി വന്നില്ല. ഇപ്പോഴാണ് അതൊന്ന് ശരിയായി വന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വിഭവം എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തും. ചമ്മന്തിപ്പൊടി എന്ന് പറയുമ്പോൾ അവരുടെ പണ്ട് വിദേശത്ത് പോകുമ്പോൾ ഫാമിലി ഒന്നും കൂട്ടാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് കറികളൊക്കെ മിസ് ചെയ്യും. നാട്ടിലെ കറികളൊക്കെ മിസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുത്തു വിടുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം എല്ലാവർക്കും ഫാമിലിയെ കൂടെ കൂട്ടാം. അവർക്ക് എല്ലാ ഫുഡും അവിടെ ഉണ്ടാക്കി കഴിക്കാം. എല്ലാ ഫെസിലിറ്റീസും കിട്ടുന്നത് സാഹചര്യമായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒന്നും ഇതാരും കൊണ്ടുപോകാറില്ല. എന്നാലും നമുക്ക് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഈ ഡിഷ് നമുക്കൊന്നും കൂടി ഒന്ന് പൊടി തട്ടി എടുക്കണമെന്ന് തോന്നി. നമുക്കിനി ഇതിലേക്ക് പുളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ കറിവേപ്പിലയും പുളിയും ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം ഒന്ന് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ട് പുളിയും കറിവേപ്പിലയൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഞാനിവിടെ പുളിയൊക്കെ ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ മൂപ്പിച്ചെടുത്തിട്ട് വരാം. കൂടുതൽ കറിവേപ്പില ചേർക്കും. എന്നിട്ട് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കും. അത് വേപ്പില കട്ട് ചെയ്താണ് അറിയപ്പെടുന്നത്. അതും കുറച്ചും കൂടെ ടേസ്റ്റിയാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഞാനിവിടെ കല്ലുപ്പാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കാം. പിന്നീട് ആവശ്യത്തിനുള്ളത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മതി. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ആ തേങ്ങ ഒക്കെ മൂത്ത് നല്ലൊരു മണം അടിക്കുന്നുണ്ട് കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ വയ്യ. ഇത് ഏകദേശം നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ചേരുവ നന്നായിട്ട് തണുക്കാൻ വേണ്ടി വെക്കണം. തണുത്തതിന് ശേഷമാണ് നമുക്കിത് മിക്സിയിൽ പൊടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കാം. മിക്സി ജാറിലൊന്നും അല്ലായിരുന്നു ഇത് പൊടിച്ചെടുത്തിരുന്നത്. ഇതിലാണ് പണ്ട് കാലത്ത് എല്ലാവരും പൊടിച്ചെടുത്തിരുന്നത്. നമ്മളിത് പിന്നെ തണുക്കാൻ അനുവദിച്ചിരിക്കുകയാണ്. ഈ ചട്ടിയിൽ തന്നെ ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് മൂത്ത് വരും. അപ്പോൾ അതൊന്ന് നമുക്ക് ഇളക്കി ഇട്ട് കൊടുക്കണം.
ചൂട് മാറാനായിട്ട്. നമുക്കിനി ഇത് ചൂട് മാറാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് കോരി വയ്ക്കാം. ഒട്ടും വെള്ളം നനവില്ലാത്ത ഒരു പാത്രത്തിൽ വേണം എടുത്ത് വയ്ക്കാനായിട്ട്. നമുക്കിനി ഇതൊന്ന് ഇളക്കി തണുപ്പിച്ചെടുക്കാം. ഓക്കെ, ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ അതങ്ങ് തണുക്കും. നമുക്ക് ഒലക്കയോ ഒന്നുമില്ല. നമുക്കിപ്പോൾ നൂതന സാങ്കേതിക വിദ്യയായ നമ്മുടെ മിക്സി ജാറിൽ തന്നെ പൊടിച്ചെടുക്കേണ്ടി വരും. ഒരെണ്ണ ഒന്ന് പൊടി തട്ടി എടുത്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് അരി ആട്ടാനെങ്കിലുമൊക്കെ ഉപയോഗിക്കാമല്ലോ, വല്ലപ്പോഴും കുറച്ചൊക്കെ അരി ആട്ടിയെടുക്കാം. അപ്പം നമ്മുടെ കൂട്ട് ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മിക്സി ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ഇട്ട് പൊടിച്ചാൽ മതി. നമുക്ക് ആദ്യം ഇത്രയും പൊടിച്ചെടുത്തിട്ട് വരാം. പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ആഹാ, തുറക്കുമ്പോൾ തന്നെ ആ മണമുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ വയ്യ. നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് തട്ടാം. ഇപ്പോൾ ഞാൻ എന്താ ഇവിടെ സ്കൂളിൽ നിന്ന് ആഫിയായി വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കുഞ്ഞി കരങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ആഫിയ വന്നിട്ടുണ്ടെന്ന്. നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് ആഫിയയ്ക്ക് തന്നെ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ പൊടിച്ച് വെച്ചിട്ടാണ് പോയത്. ഇതാണ് നമ്മുടെ നാടൻ ചമ്മന്തിപ്പൊടി. ഇവരൊന്നും കഴിച്ചിട്ടില്ല, ഇത് ആദ്യമായിട്ട് കഴിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് റെസ്പോണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. ഉപ്പ്, അരി, പുളി എല്ലാം ഉണ്ടോ? കറക്റ്റാണോ? ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് സൂപ്പർ. ടേസ്റ്റ് കറക്റ്റ്, ഉപ്പും പുളിയും എരിയും ഒക്കെ കറക്റ്റാണ്. ചോറിപ്പോൾ തീരും. പെട്ടെന്ന് ചോറെടുത്ത് ഇതുമായിട്ട് കഴിക്കാൻ തോന്നുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ക്ലിക്കും കൂടി ചെയ്യണം. ഞാൻ പറയും. ഓക്കെ, ബൈ. ബൈ.